നമസ്കാരം, സൂപ്പർ സാറാണ്. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പ്ലസ് ടു കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നുമേ പോരാ എന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കും. ഇവരെ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാത്സ് നന്നായിട്ട് ചെയ്യാനുണ്ട്. പ്ലസ് ടുവിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതിന്റെയൊക്കെ ഇരട്ടി അത്രയ്ക്ക് പഠിക്കാനുണ്ട്, അത്രയ്ക്ക് ഡെപ്തിൽ ചെയ്യാനുമുണ്ട്. ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 പേജ് വരെയൊക്കെ പോയെന്നിരിക്കാം. ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ ശരിയാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥ വരും. ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇതിനുള്ളിൽ ഈ പരാജയം മീൻസ് തോൽവി എന്നുള്ള സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കുഴപ്പം ഉണ്ടാവാതെ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എഞ്ചിനീയറിംഗ് കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും, നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളത് ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നതാണ്. പക്ഷെ കുട്ടികൾ എന്തായാലും പഠിത്തം എന്ന് പറയുമ്പോൾ അതിന്റെ രീതി കൂടെ കാണും. വലിയൊരു സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത്. അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ നമ്മൾ ഇന്ന് ഇത്തിരി ഒരു പ്ലസ് ടു ലെവലിൽ കഴിഞ്ഞിട്ടുള്ള ഡെറിവേറ്റീവ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ് കാൽക്കുലസ്. അതിനുള്ള കണ്ടിന്യൂറ്റി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അന്ന് പഠിക്കുന്ന അതിന് ഇച്ചിരി കെയർ ഉണ്ട്. നെക്സ്റ്റ് ഡെറിവേറ്റീവ്സ് ആണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ആദ്യം പഠിച്ചിരിക്കേണ്ട ഏറ്റവും നല്ല ഓപ്പറേഷൻസ്. നമ്മൾ ചെറിയ കുറച്ച് ഫംഗ്ഷൻസുകളുടെ ഡെറിവേറ്റീവ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും പോരാ. നന്നായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇന്റഗ്രേഷന്റെ ടോപ്പ് മോസ്റ്റ് പ്രോബ്ലംസ് പഠിക്കാൻ. അപ്പൊ അതൊക്കെ നമുക്ക് സാധ്യമാണെങ്കിൽ ഡെറിവേറ്റീവ്സിന്റെ ആ ബേസിക് ആയിട്ടുള്ളതിന്റെ അകത്തുനിന്ന് മണ്ടയ്ക്കോട്ട് എത്തണം. നമ്മൾ ഇന്ന് ഇത്തിരി ഒന്ന് ഹൈ ലെവൽ ക്വസ്റ്റൻസ്, ഒത്തിരി ഹൈ ലെവൽ അല്ല എന്നാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ ക്വസ്റ്റൻസ് നമ്മൾ പഠിക്കണ്ടല്ലോ. y ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ y ഈക്വൽ ടു സൈൻ ഓഫ് 2x പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ഇതുണ്ടോ? ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റൻ, ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ക്വസ്റ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതോടും നിങ്ങൾ കരുത്താവും കേട്ടോ. ഇപ്പൊ സൈൻ ഓഫ് 2x പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ്സ് എല്ലാം പഠിച്ചിരിക്കണം. ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്ന സൈൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണുന്നുണ്ട് അല്ലേ. പിന്നെ 2x ഉണ്ട്, റൂട്ട് കോസ് എക്സ്. അപ്പൊ കുറെ ഫംഗ്ഷൻസുകളുടെ ഡെറിവേറ്റീവ്സ് മനസ്സിൽ വേണം കേട്ടോ. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്, കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഇങ്ങനെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം, എന്നെങ്കിലേ അവനെ പിടിച്ചങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റൻ നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ നോക്കണേ, സൈൻ ഓഫ് എന്നല്ലയോ സൈൻ. അപ്പൊ നമ്മുടെ ആൻസർ ആയാലും കോസ് ഓഫ്. ഇത് മുഴുവൻ എഴുതണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, സൈനുള്ളിലുള്ളത് മുഴുവൻ കോസിനുള്ളിൽ എഴുതണം. ഇൻഡു ഇട്ടിട്ട് ഇൻഡു ഇവിടെ വേണം, ഇൻഡു ഇടാൻ ഞാൻ ഇവിടെ മാറ്റിയിട്ടു, അവിടെ തീരില്ല. ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ്, ബ്രാക്കറ്റിനുള്ളിൽ 2x അങ്ങനെ 2x ഡെറിവേറ്റീവ് എത്ര 2. പിന്നെ റൂട്ട് കോസ് എക്സ്, റൂട്ട് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് കോസ് എക്സ്. തീർന്നില്ല, പിന്നെ വേണം കോസ് എക്സിന്റേത് മൈനസ് സൈൻ എക്സ്. ഇത്രയുണ്ട് കണ്ടോ. ഇത്രയും തീരുമ്പോഴാണ് ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ തെറ്റില്ല എന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ കൂടെ പഠിച്ച് ഇരിക്കുക. അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്തെന്ന് തോന്നുന്നു. സൈൻ്റേത് കോസ്, ഉള്ളിൽ 2ന്റേത് ഇതിന്റെ. ഓക്കെ, അടുത്തത് y ഈക്വൽ ടു ഇ റേസ് ടു റൂട്ട് ഓഫ് ടാൻ ക്യൂബ് 5x പ്ലസ് 1. ഓക്കെ, ഇ റേസ് റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തെ എന്തായാലും ഇച്ചിരി പാട് തോന്നും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ dy ബൈ dx. ഇ റേസ് റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1. നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡ് ഇ റേസ് ടുവിനെയാണ് കാണുന്നത് അല്ലേ. ഇ റേസ് ടുവിനെ കണ്ടാൽ എന്താണ് ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്? അത് തന്നെ അവനെ ഇ റേസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ്. അപ്പൊ ഇ റേസ് ടു തുടങ്ങുന്നതിന്റെ ആൻസർ ആ ക്വസ്റ്റ്യൻ തന്നെ നോക്കി എഴുതുക. ഇ റേസ് ടു റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1 ഇൻറ്റു ഈയുടെ കഴിഞ്ഞു പവറിലോട്ട് കയറി കണ്ടപ്പോ റൂട്ട്. ഇവിടെ റൂട്ടും റേസ് 3 തമ്മിൽ വേണം കമ്പയർ ചെയ്ത് വേണ്ട, അത് നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല. റൂട്ടിനെ കണ്ടു. എന്തായിരുന്നു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് എക്സ്. റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1ന്റെ 1/2 റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1 കേട്ടോ. 1/2 റൂട്ട് ഓഫ് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1. തീർന്നില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടാൻ ക്യൂബിന്റെ റൂട്ടിനെ ചെയ്തു 1/2. ഇനി അതോടെ അറിയുമ്പോൾ ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1. ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ആയിരിക്കും ടാൻ ആണ്. അല്ല, ടാൻ ഡെറിവേറ്റീവ് എടുക്കല്ല. ക്യൂബ് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എക്സ് ക്യൂബ്. എന്തായിരുന്നു എക്സ് ക്യൂബിന്റെ 3x സ്ക്വയർ. അപ്പൊ ടാൻ ക്യൂബിന്റെ എത്ര? 3 ടാൻ സ്ക്വയർ. ഓക്കെ, അപ്പൊ 3 ടാൻ സ്ക്വയർ ഓഫ് 5x പ്ലസ് 1. ഓക്കെ, നിങ്ങൾ വിട്ടോണ്ട് കേട്ടോ.
തീർന്നില്ല. അപ്പൊ നമ്മള് ടാൻ ക്യൂബ് ഓഫ് 5x പ്ലസ് 1ന്റെ 3 ടാൻ സ്ക്വയർ ഓഫ് 5x പ്ലസ് 1 എന്നിട്ട് അതിന് ടാനെ നമ്മൾ ചെയ്യേണ്ടത്. ഇതുവരെ ടാൻ ചെയ്തില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ 3യെ വെച്ചോണ്ട് പവറിനെ ചെയ്തു. ഇനി ടാൻ ഓഫ് 5x പ്ലസ് 1 അതെന്താ മോനെ 6 സ്ക്വയർ ഓഫ് 5x പ്ലസ് 1 എന്നിട്ട് 5xന്റെ ആര് വരും 5. ഇത്രയും ടേംസുകൾ അവിടെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് കീറി മുറിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവണം, എന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് y ഈക്വൽ ടു റൂട്ട് ഓഫ് അല്ലേ കോസ് ഓഫ് ടാൻ ഓഫ് 5x മൈനസ് 1. ഓക്കെ, അതുപോലെയൊക്കെ ശരി അല്ലേ. അപ്പം y ഈക്വൽ റൂട്ട് ഓഫ് കോസ് ഓഫ് ടാൻ ഓഫ് 5x മൈനസ് 1. അപ്പൊ നമ്മുടെ ആൻസർ വരുമ്പോൾ dy ബൈ dx. dy ബൈ dx ആദ്യം നമ്മൾ കാണുന്ന റൂട്ടിനെയാണ് അല്ലേ. റൂട്ടിന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ? റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2. അപ്പൊ നമുക്ക് ആദ്യം വരുമ്പോൾ 1/2 റൂട്ട് ഓഫ് കോസ് ഓഫ് ടാൻ ഓഫ് 5x പ്ലസ് 1 ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ബ്രാക്കറ്റിന്റെ ക്ലോസിംഗ് ആയി. ഓക്കെ, അപ്പം റൂട്ടിനെ കണ്ടു 1/2 തീർന്നില്ല. ഇൻറ്റു അകത്തോട്ട് കയറിയപ്പോൾ കോസിനെ കണ്ടു. വാട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ്? മൈനസ് സൈൻ. കോസ് എക്സിന്റേത് മൈനസ് സൈൻ അല്ലേ. അപ്പൊ കോസ് ഓഫ് ടാൻ ഓഫ് 5x മൈനസ് 1ന്റെ മൈനസ് സൈൻ ഓഫ് ടാൻ ഓഫ് 5x മൈനസ് 1 അതായി. അപ്പൊ കോസിനെ കഴിഞ്ഞു. ഇനി അകത്തോട്ട് കയറി ടാൻ. ടാനിന്റെ ആരാ? ബാക്കി ഇങ്ങോട്ട് എളുപ്പമാ. 6 സ്ക്വയർ ഓഫ് 5x മൈനസ് 1 ഇൻറ്റു 5xന്റെ എത്ര മോനെ 5. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഏത് ക്വസ്റ്റിനെ കണ്ടാലും തെറ്റാതെ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ. ഒരെണ്ണം കൂടെ ചെയ്തേക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് മറ്റൊന്ന് നോക്കിക്കേ. സൈൻ ക്യൂബ് ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ്. സൈൻ ക്യൂബ് ഓഫ് ഇ റൈസ് എക്സ് ടാൻ എക്സ്. ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്തത്? സൈൻ ക്യൂബ് ഓഫ് ഇ റൈസ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം dy ബൈ dx ഈക്വൽ ടു സൈൻ ക്യൂബിനെ കണ്ടു. സൈൻ ക്യൂബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അകത്താണ് ഇ റൈസ് എക്സ് ടാൻ എക്സ്. അപ്പൊ സൈൻ ക്യൂബിനെ കണ്ടു കഴിഞ്ഞാൽ 3 സൈൻ സ്ക്വയർ ഓഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ദാറ്റ് ഈസ് 3 സൈൻ സ്ക്വയർ ഓഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു. ഓക്കെ, ഇനി നമ്മൾ സൈനെ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോ പവറിനെ ചെയ്തു, ഈ സൈന്. സൈൻ ഓഫ് ഇ റൈസ് എക്സിന്റെ ടാൻ എക്സിന് ചെയ്യുമ്പോൾ കോസ് ഓഫ് ഇ റൈസ് എക്സ് ഇൻറ്റു ടാൻ എക്സ്. തീർന്നില്ല. എന്നിട്ടാണ് അകത്തോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ പവറിനെ ചെയ്തു, ദണ്ട് ഇവിടെ കണ്ടോ എക്സ് ക്യൂബ് 3x² മാതിരി, പിന്നെ സൈനിന്റെ കോസ് ഓഫ്. ഇനി അകത്തോട്ട് കയറുമ്പോൾ ഇ റൈസ് എക്സിന്റെ ടാൻ എക്സ് ഡിഫറൻഷിയേറ്റ് ബൈ പ്രോഡക്റ്റ് ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പറയാം, പ്രോഡക്റ്റ് കൂടാ, പക്ഷെ നമുക്ക് തോന്നുന്നുണ്ടായി തന്നെ അല്ലേ, വേറെ പറയുമ്പോൾ തോന്നും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച പ്രോഡക്റ്റ് കൂടാ. ഇ റൈസ് എക്സിന്റെ ടാൻ എക്സിന്റെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാറുള്ളത്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇടും കേട്ടോ, ഇൻറ്റു ഇടും. ഇതൊക്കെ ഒരു ബുക്കിൽ എഴുതുമ്പോൾ ഇങ്ങനെ വലിയ ലെങ്തി ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡെറിവേറ്റീവ്സുകൾ ആരും ചെയ്യാൻ പഠിക്കണം. എവിടേക്ക് ആ പ്രോഡക്റ്റോട് വന്നെന്നുള്ളത് നമ്മളടുത്ത് ഒരാൾ പറയാതെ നമുക്ക് തോന്നി ചെയ്യാനുള്ള കഴിവാകണം. പോർഷനോട് പിന്നെയും ചിലപ്പോൾ മനസ്സിലാവും, പക്ഷെ പ്രോഡക്റ്റോട് കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പറയുമ്പോഴായിരിക്കും പ്രോഡക്റ്റോടാണെന്നൊക്കെ തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളെല്ലാം പഠിച്ചിട്ട് വേണം ഇവനെ പഠിച്ചു പോകാൻ. അല്ലെങ്കിൽ അവിടെ കിടന്ന് ടീച്ചർമാരൊക്കെ ചെയ്യുന്നത് കണ്ട് നോക്കി എഴുതുന്ന അവസ്ഥ വരും, ഒന്നുമേ മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിലോട്ടൊക്കെ മറക്കാതെ എല്ലാവരും മക്കളൊന്ന് ഷെയർ ചെയ്തേക്കുക. ഇങ്ങനെ കുറെ ബേസിക്സുകളും ഇന്റഗ്രേഷനും ഒക്കെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റീവ്സ് ഒക്കെ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് കേട്ടോ എല്ലാം നമ്മൾ പറഞ്ഞു തരും. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.